പ്രകാശവും മനുഷ്യനേത്രവും. അപ്പോൾ നമുക്ക് LP-UP സിലബസ് പ്രകാരം ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വസ്തുതകൾ നോക്കാം. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. ഇതിനെ കണ്ണിൻ്റെ നിഗഡ ബിന്ദുവിലേക്കുള്ള ദൂരം എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ണിൻ്റെ നിഗഡ ബിന്ദു അഥവാ നിയർ പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ്. അകലെയും അടുത്തുമുള്ള വസ്തുക്കളുടെ വ്യക്തമായ പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക രീതിയിൽ കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെ സമഞ്ജനക്ഷമത അഥവാ അക്കമഡേഷൻ റിഫ്ലെക്സ് എന്നാണ് പറയുന്നത്. അക്കമഡേഷൻ റിഫ്ലെക്സ് അഥവാ സമഞ്ജനക്ഷമത എന്ന് പറഞ്ഞാൽ എന്താണ്? അകലെയും അടുത്തുമുള്ള വസ്തുക്കളുടെ വ്യക്തമായ പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക രീതിയിൽ കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് അക്കമഡേഷൻ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നേത്ര ലെൻസിൻ്റെ ഫോക്കസ് ദൂരം ക്രമീകരിക്കുന്ന കണ്ണിലെ പേശിയാണ് സിലിയറി പേശി. അപ്പോൾ സിലിയറി പേശിയാണ് നേത്ര ലെൻസിൻ്റെ ഫോക്കസ് ദൂരം ക്രമീകരിക്കുന്ന കണ്ണിലെ പേശി. അടുത്തത് അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം കൂടുകയും അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ഫോക്കൽ ദൂരം കുറയുകയും ചെയ്യുന്നു. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോഴാണ് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം കൂടുന്നത്. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ഫോക്കൽ ദൂരം കുറയുകയാണ് ചെയ്യുന്നത്. കണ്ണിൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം യഥാർത്ഥവും തല കീഴായതുമായിരിക്കും. ഓർത്തുവെക്കുക, കണ്ണിൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും? യഥാർത്ഥവും തല കീഴായതുമായിരിക്കും. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസാണ്. ദീർഘദൃഷ്ടി നമ്മൾ ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ, ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസ്. ഇനി വിഷമദൃഷ്ടിയാണെന്നുണ്ടെങ്കിലോ അസെറ്റിഗ്മാറ്റിസം, അതിന് സിലിണ്ടറിക്കൽ ലെൻസാണ് ഉപയോഗിക്കുന്നത്. വെള്ളെഴുത്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഓർത്തുവെക്കുക, കോൺവെക്സ് ലെൻസാണ് ദീർഘദൃഷ്ടി വെള്ളെഴുത്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഹ്രസ്വദൃഷ്ടിയും വെള്ളെഴുത്തും അത് ബൈഫോക്കൽ ലെൻസാണ് ഉപയോഗിച്ചിട്ട് പരിഹരിക്കുന്നത്. അപ്പോൾ അത്രയും ഓർത്തുവെക്കുക. താങ്ക് യു.